ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് UDF ഇരിമ്പിളിയം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തീർത്തുകൊണ്ട് ഇരിമ്പിളിയം പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി UDFന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒന്നിച്ചണിയിരുന്നുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. വെട്ടിമുറിച്ച പാപവേരം UDFന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വ്യാജ പ്രചരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് സംഘികൾക്ക് വരെ ചില വാർഡുകൾ തീരെഴുതി നൽകിയ വലിയ ക്രമവിരുദ്ധവും അശാസ്ത്രീയവും ഏകപക്ഷീയവുമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചാണ് ഇരിമ്പിളിയം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ DCC സെക്രട്ടറി PCA നൂർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഞ്ചായത്ത് ബോർഡ് ഭരിക്കുന്നത് UDF ആണ്. എക്കാലത്തും ഇവിടെയെന്ന് മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും ആരാണോ ഭരിക്കുന്നത് എങ്കിൽ ആ ഭരണസമിതിയാണ് വാർഡ് വിഭജിച്ചുകൊണ്ട് അവരാണ് അതിന്റെ ഒരു കരട് രൂപരേഖ സംസ്ഥാന സർക്കാരിന് നൽകാറ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ പഞ്ചായത്തുകളും. നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ എടയൂർ പഞ്ചായത്ത്, വേണ്ട നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്ത്, അങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഏതേത് പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാലും അവിടെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള കരട് രൂപരേഖയാണ് നമ്മൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഒരു വർഷം ഏകദേശം ഒരു 6-5-8 മാസം മുൻപാണ് ഇവിടെ ഈ സെക്രട്ടറി ചാർജ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലർക്കും പ്ലാൻ ക്ലർക്കും ഇവിടെ ചാർജ് എടുക്കുന്നത്. നമുക്കറിയാം, അവർ ശക്തമായ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും ഇടതുപക്ഷ യൂണിയന്റെ നേതാക്കളുമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെക്കാൾ വലിയ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നിങ്ങളെക്കാൾ വലിയ ഇടതുപക്ഷ യൂണിയന്റെ നേതാക്കൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയായി, ഇവിടെ പ്ലാൻ ക്ലർക്കായി, ഇവിടുത്തെ ഓരോ വർക്കർമാരും അതുപോലെ പല നേതാക്കളുമായി. KT മൊയ്തു അധ്യക്ഷത വഹിച്ചു. P ഷമീം മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ്, വൈസ് പ്രസിഡന്റ് K ഫസീല ടീച്ചർ, ജനപ്രതിനിധികളായ K മാനുപ്പ മാസ്റ്റർ, VT അമീർ, N മുഹമ്മദ്, KT ഉമ്മുക്കുൽസു ടീച്ചർ, K മുഹമ്മദ് അലി, സൈഫുന്നിസ, K ജസീന KP, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ, വൈസ് പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, AP നാരായണൻ, സിദ്ദിഖ് തറക്കൽ, യൂസഫ് വെണ്ടല്ലൂർ, K അബ്ദുൽ ലത്തീഫ്, യൂസഫ് അലി കൊടുമുടി, അംജദ് പുറമണ്ണൂർ, CP നജ്മുദ്ദീൻ, KP സക്കീർ, K മുരളീധരൻ, V കരുണാകരൻ, ഫാസിൽ P സമദ്, ശരത് മേനോക്കി, യൂസുഫ് പുറമണ്ണൂർ, P മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ധർണാസമരത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ സെക്രട്ടറിയെ കാണുകയും ഏകപക്ഷീയവും ക്രമവിരുദ്ധവുമായ വാർഡ് വിഭജന നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ഉപരോധത്തിലേക്ക് നീങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കൂട്ടി വാർഡ് വിഭജനത്തിന്റെ സർവേ നടത്തുകയും സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നതിനെതിരെ കളക്ടർക്ക് തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിയമപരമായി ഈ വിഷയത്തെ നേരിടുമെന്നും പഞ്ചായത്ത് UDF നേതാക്കൾ അറിയിച്ചു.